ഭാരതത്തിന്റെ അതിർത്തികളിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വെറും ഒരു യുദ്ധവിമാനത്തിന്റെ ശബ്ദമല്ല, മറിച്ച് ലോകത്തിനു മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു മഹാശക്തി പ്രകടനമാണ്. മാർച്ച് 5 മുതൽ 12 വരെ രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ പോവുകയാണ്. പടിഞ്ഞാറ് ഇറാനും അഫ്ഗാനിസ്ഥാനും നൽകുന്ന പ്രഹരങ്ങൾ കൊണ്ട് നട്ടെല്ലൊടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാന്റെ തൊട്ടടുത്ത ഇതാ ഇന്ത്യ ഒരു വമ്പൻ സൈനിക അഭ്യാസത്തിന് തിരികൊളുത്തുകയാണ്. എന്താണ് ഈ നീക്കത്തിന് പിന്നിലെ രഹസ്യം? പാകിസ്ഥാൻ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ വാർത്തയുടെ സാങ്കേതിക വശം നോക്കാം. ഇന്ത്യ ഈ മേഖലയിൽ നോട്ടാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് രാജസ്ഥാൻ സിന്ധ് അതിർത്തിയിലെ ആകാശം ഇനി ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കും മിസൈൽ പരീക്ഷണങ്ങൾക്കും മാത്രമുള്ളതാണ്. സാധാരണ വിമാനങ്ങൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. സാധാരണഗതിയിൽ ഇത്തരം അഭ്യാസങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ സാഹചര്യം പാകിസ്ഥാന് അങ്ങേയറ്റം ഭയാനകമാണ്. ഇന്ത്യയുടെ ഓരോ വിമാനവും ആകാശത്തേക്ക് ഉയരുമ്പോൾ ഇസ്ലാമാബാദിലെ കമാൻഡ് സെന്ററുകളിൽ അപായമണി മുഴങ്ങുകയാണ്. തങ്ങളുടെ അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നറിയാതെ പാക് സൈന്യം പരിഭ്രാന്തിയിലാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും ഇറാനും വലിയ പണികളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടത് നാം കണ്ടതാണ്. ഇതിനു പുറമെ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തുറ്റ കപ്പലുകൾ പാകിസ്ഥാന്റെ ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ്. 4 പാടും ശത്രുക്കളെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ചങ്കിടിപ്പ് കൂട്ടുന്ന നീക്കമാണ് ഇന്ത്യയുടേത്. ഒരു രാജ്യം ഒരേ സമയം ഇത്രയധികം അതിർത്തികളിൽ സംഘർഷം നേരിടുമ്പോൾ ഇന്ത്യയെ പോലൊരു വൻ ശക്തി നടത്തുന്ന സൈനിക അഭ്യാസം അവരുടെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യയുടെ ആയുധക്കരുത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു ഭാരതീയന്റെയും നെഞ്ച് വിരിയും. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നായ റഫാൽ ശത്രുവിനെ എവിടെ വെച്ചും തകർക്കാൻ ശേഷിയുള്ള സുഖോയ് 30, MKI, നമ്മുടെ സ്വന്തം തേജസ് എന്നിവയാണ് അതിർത്തിയിൽ അണിനിരക്കുന്നത്. ഇതിനൊപ്പം S-400 മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ള പഴയ F-60 വിമാനങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഈ ആധുനിക ശക്തിയെ നേരിടുക അസാധ്യമാണ്. ഇന്ത്യയുടെ ഓരോ കുതിപ്പും തങ്ങളെ ലക്ഷ്യം വെച്ചതുള്ളതാണോ എന്ന പേടിയിലാണ് ഓരോ പാക് സൈന്യവും ഇന്ന് കഴിയുന്നത്. പണ്ട് അതിർത്തി കടന്ന് ഭീകരരെ അയച്ചിരുന്നവർ ഇന്ന് സ്വന്തം അതിർത്തി എങ്ങനെ സംരക്ഷിക്കും എന്നോർത്ത് പകച്ചു നിൽക്കുകയാണ്. മറ്റൊരു രസകരമായ കാര്യം, പാകിസ്ഥാന്റെ പക്കൽ യുദ്ധം ചെയ്യാൻ പോയിട്ട് അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കാൻ പോലും പണമില്ല എന്നതാണ്. രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലും കടക്കിണിയിലുമാണ്. ഇന്ധനത്തിനും ഭക്ഷണത്തിനും വകയില്ലാത്ത ഒരു സൈന്യത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇന്ത്യ കോടികൾ ചിലവാക്കി സൈനിക അഭ്യാസം നടത്തുമ്പോൾ അത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിയും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും സൈനിക കരുത്തും ഒത്തുചേരുമ്പോൾ പാകിസ്ഥാൻ ഒരു ചെറിയ അയൽരാജ്യം മാത്രമായി ഒതുങ്ങുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം ഭാരതം ഒരു ആഗോള ശക്തിയാണെന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യൻ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന മിക്ക ആയുധങ്ങളും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചതാണെന്നതാണ്. പണ്ട് നമ്മൾ റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ആയുധം വരാൻ കാത്തു നിൽക്കണമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളും മറ്റും ഹെലികോപ്റ്ററുകളും ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ പാകിസ്ഥാൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ചൈനയുടെ തള്ളുകേട്ട് വാങ്ങിയ വിമാനങ്ങൾ പലപ്പോഴും പറക്കാൻ പോലും പറ്റാതെ പാകിസ്ഥാൻ കഷ്ടപ്പെടുമ്പോഴാണ് ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ലോകത്തിൽ മുഴുവൻ ചർച്ചയാകുന്നത്. ഇത് പാകിസ്ഥാന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഞങ്ങൾ ആരെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത്, ഞങ്ങൾ സ്വയം പര്യാപ്തരാണ്. ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഇന്ന് എത്രത്തോളം ഒറ്റപ്പെട്ടു എന്ന് നോക്കൂ. പണ്ട് പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്ക പോലും ഇന്ന് അവരെ കൈവിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവും മറ്റു ആഗോള നേട്ടങ്ങളും കണ്ടു നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. ഇന്ത്യ സൗദി അറേബ്യയുമായും UAE-യുമായും ബന്ധം ശക്തമാക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ തഴയുകയാണ്. ഇത്തരത്തിൽ നയതന്ത്രപരമായും സൈനികപരമായും സാമ്പത്തികപരമായും പാകിസ്ഥാൻ നേരിടുന്ന ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നാണ് അതിർത്തിയിലെ ഇന്ത്യയുടെ ഈ പുതിയ കരുത്ത് പ്രകടനം. ഇന്നും സിന്ധ് അതിർത്തിയിൽ ഇന്ത്യ സൈനികാഭ്യാസം നടത്തുമ്പോൾ പഴയ പരാജയത്തിന്റെ ഭയം പാകിസ്ഥാനെ വേട്ടയാടുന്നുണ്ടാകും. നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയ്ക്കായി ചിലവഴിക്കുന്നത് ഏകദേശം 75-80 ബില്യൺ ഡോളറാണ്. എന്നാൽ പാകിസ്ഥാന്റെ അവസ്ഥയോ? അവരുടെ കയ്യിൽ വിദേശ നാണയ ശേഖരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്ത്യ ഒരു പുതിയ റഫാൽ വിമാനം വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ ഒരു നഗരത്തിന് ഒരു മാസം ഭക്ഷണം കൊടുക്കാം. ഈ ഒരു സാമ്പത്തിക വ്യത്യാസം പാകിസ്ഥാനെ മാനസികമായി തളർത്തുന്നുണ്ട്. ഇന്ത്യ ആയുധങ്ങൾ പരീക്ഷിക്കുമ്പോൾ പാകിസ്ഥാൻ ആലോചിക്കുന്നത് തങ്ങളുടെ ടാങ്കുകളിൽ അടിക്കാൻ ഡീസൽ ഉണ്ടോ എന്നാണ്. ഈ ദാരിദ്ര്യം അവരുടെ സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്ന പ്രധാന ഘടകമാണ്.
രാജസ്ഥാൻ സിന്ധ് അതിർത്തി എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാന്റെ മനസ്സിൽ ആദ്യം വരുന്നത് 1971 ലോങ്കേവാല യുദ്ധമാണ്. അന്ന് വെറും 120 ഇന്ത്യൻ സൈനികർ ചേർന്ന് പാകിസ്ഥാൻ വമ്പൻ ടഗ് വ്യൂഹത്തെയാണ് തകർത്തെറിഞ്ഞത്. ഇന്നും സിന്ധ് അതിർത്തിയിൽ ഇന്ത്യ സൈനികാഭ്യാസം നടത്തുമ്പോൾ ആ പഴയ പരാജയത്തിന്റെ ഭയം അവർ ഭയക്കുന്നുണ്ട്. അന്ന് നമ്മൾ അവരുടെ 93,000 സൈനികരെയാണ് തടവുകാരാക്കിയത്. ഇന്ന് അതിലും വലിയ കരുത്തോടെ ഇന്ത്യ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പേടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പാകിസ്ഥാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ചൈനയെയാണ്. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ കരുത്ത് കാട്ടുമ്പോൾ ചൈന പോലും പാകിസ്ഥാനെ സഹായിക്കാൻ മടിക്കുകയാണ്. ചൈനയിൽ നിന്ന് വാങ്ങിയ പല യുദ്ധവിമാനങ്ങളും മിസൈലുകളും കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന പാക് സൈന്യത്തിനുള്ളിൽ തന്നെ പരാതിയുണ്ട്. ചൈനീസ് നിർമ്മിത J-70 വിമാനങ്ങൾ പലപ്പോഴും സാങ്കേതിക തകരാറുകൾ മൂലം നിലത്തിറങ്ങിയിടേണ്ടി വരുന്നു. മറുവശത്ത് ഇന്ത്യയുടെ വിമാനങ്ങൾ ആകാശത്ത് മിന്നൽ പിണർ പോലെ പായുകയാണ്. സ്വന്തം ആയുധങ്ങളിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ് പാക് സൈന്യം. നമ്മൾ വെറും വിമാനങ്ങൾ പറത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഇന്ത്യയുടെ പക്കൽ ഇന്ന് അത്യാധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുണ്ട്. അതായത് പാകിസ്ഥാന്റെ റഡാറുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും നിമിഷ നേരം കൊണ്ട് ജാം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. പണ്ട് ബാലക്കോട്ട് ആക്രമണ സമയത്ത് പാക് വിമാനങ്ങൾക്ക് നമ്മുടെ വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയാതിരുന്നതിന്റെ രഹസ്യവും ഇതുതന്നെയാണ്. ഇത്തവണത്തെ അഭ്യാസത്തിൽ ഇത്തരം അത്യാധുനിക സിഗ്നൽ സംവിധാനങ്ങളും ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. ശത്രുവിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി ആക്രമിക്കുക എന്നതാണ് ഇന്ത്യയുടെ പുതിയ തന്ത്രം. ഇത് പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പേടി സ്വപ്നമാണ്. ഇന്ത്യയുടെ ഈ വ്യോമാഭ്യാസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാത്രികാല യുദ്ധമുറകളാണ്. പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, അർദ്ധരാത്രിയിലും ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ നമ്മുടെ റഫാൽ വിമാനങ്ങൾക്കും സുഹോയ്കൾക്കും സാധിക്കും. അത്യാധുനികമായ തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ അതിർത്തിയിലെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും. പാക് സൈന്യം ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ വിമാനങ്ങൾ അവരുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടാവും. ഈ ഒരു ഓൾ വെതർ കരുത്ത് പാകിസ്ഥാന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വ്യോമസേന മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് കരസേനയുടെ ചില വിഭാഗങ്ങളും അതിർത്തിയിൽ സജ്ജമാണ്. ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ആകാശത്ത് നിന്ന് വിമാനങ്ങൾ ആക്രമിക്കുമ്പോൾ തന്നെ ഭൂമിയിലൂടെ ടാങ്കുകളും ആർട്ടിലറികളും ഒരേ സമയം മുന്നേറുന്ന രീതി. ഇത്തരം ഒരു സംയുക്ത നീക്കം നേരിടാനുള്ള സാങ്കേതിക വിദ്യയോ പരിശീലനമോ പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്നില്ല. ഇന്ത്യയുടെ ഏകോപനം കാണുമ്പോൾ തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ നിമിഷ നേരം കൊണ്ട് തകരുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ആയിട്ടാണ്. അതായത് ഈ മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇന്ത്യയുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള വൻ ശക്തികൾ കരുതുന്നു. ഇന്ത്യ അതിർത്തിയിൽ സൈനികാഭ്യാസം നടത്തുമ്പോൾ ഒരു രാജ്യം പോലും അതിനെ എതിർക്കുന്നില്ല. പകരം എല്ലാവരും ഇന്ത്യയുടെ കരുത്തിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് പാകിസ്ഥാൻ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ഉടൻ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് ഉപരോധങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ ഒരു നയതന്ത്ര വിജയം ഇന്ത്യയുടെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് വെറും ഒരു രാജ്യമല്ല, ഏത് വെല്ലുവിളിയെയും നേരിടാൻ ശേഷിയുള്ള ലോകശക്തിയായി മാറിക്കഴിഞ്ഞു. രാജസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ ഉയരുന്ന ഓരോ യുദ്ധവിമാനത്തിന്റെ ഇരമ്പലും പാകിസ്ഥാനുള്ള കൃത്യമായ സന്ദേശമാണ്. അതിർത്തിയിൽ കളിക്കാൻ വന്നാൽ കളി മാറും. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര പ്രശ്നങ്ങളും അവരെ ശരിക്കും തളർത്തിയിരിക്കുകയാണ്. ആയുധമില്ലാത്ത, ആത്മവീര്യമില്ലാത്ത ഒരു സൈന്യത്തിന് ഭാരതത്തിന്റെ ഈ കരുത്തുറ്റ നീക്കങ്ങളെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. 1971 നമ്മൾ അവർക്ക് നൽകിയ അതേ പ്രഹരം ഇന്നും നൽകാൻ നമ്മുടെ സൈന്യം സർവ്വസജ്ജമാണ്. നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാണ്. കാരണം നമ്മുടെ കാവൽക്കാർ ആകാശത്തും ഭൂമിയിലും ഒരേപോലെ ഉണർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ ശക്തമായ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.